നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മെയ് മാസം 18-ാം തീയതി മുതൽ മെയ് മാസം 24 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. രാഹുകേതുക്കളുടെ മാറ്റമാണ് 18-ാം തീയതി. രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്കത്തെ 4 ദിവസങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള നേട്ടങ്ങൾക്കുമൊക്കെ വളരെ ഗുണകരമായ ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അതായത് ആഴ്ചയുടെ തുടക്കത്തെ 4.5 ദിവസങ്ങളോളം വളരെ ഗുണകരമാണ്. പ്രവർത്തനങ്ങളിൽ വിജയം, അവരുടെ കർമ്മ രംഗത്ത് അവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന ദിവസമാണ്. അതുപോലെ യാത്ര കൊണ്ട് പ്രയോജനം കാണുന്നു, ശാരീരികമായ ഉന്മേഷമുണ്ടാകുന്നു. വാദസംബന്ധമായ ചില ശല്യം ഇവർക്കുണ്ടാകുമെങ്കിലും പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. യാത്രയിലെ തടസ്സമൊക്കെ മാറുന്നു. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി സുതാര്യത നിലനിർത്താനും പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി കാര്യക്ഷമത പ്രകടിപ്പിക്കാനും, അതായത് തൊഴിൽ രംഗത്ത് തങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് വരുത്താനുമൊക്കെ സാധിക്കുന്നു. സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നു, നല്ല നേട്ടമുണ്ടാകുന്നു. പ്രത്യേകിച്ചും ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രധാനമായും കാലിൻ്റെയും അതുപോലെ മുട്ടിൻ്റെയുമൊക്കെ വേഗതയ്ക്ക്, അതായത് സുഗമമായ നടത്തത്തിനോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കോ തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അത്തരം അവശതകൾക്കോ പ്രശ്നങ്ങൾക്കോ വേണ്ടിയിട്ട് സാമ്പത്തികമായി പണം മുടക്കേണ്ടി വന്നേക്കാം. അതായത് ആശുപത്രി വാസമോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ വേണ്ടി അത്തരം പണം ചെലവഴിക്കുകയോ ചെയ്തേക്കാം. അതുപോലെ തന്നെ ചില യാത്രകൾ നടത്തേണ്ടി വരുന്നതായിട്ട് കാണുന്നു. ആ യാത്രകളിൽ ചിലപ്പോൾ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വ്യാഴാഴ്ച മുതൽ വെള്ളി ശനി ഉച്ചവരെയുള്ള ഒരു 2 ദിവസമാണ് ഈ പ്രധാന പ്രശ്നങ്ങൾ കാണുന്നത്. തടസ്സങ്ങൾ ഉണ്ടാകാം, അധിക ചിലവുണ്ടാകാം. ചില സമ്മേളനങ്ങൾ പങ്കെടുക്കുന്നത് വഴി തങ്ങളുടെ സമയത്തിനും അതുപോലെ തന്നെ സാമ്പത്തികത്തിനും കുറച്ച് അധികമായ ചിലവോ നഷ്ടമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ശരീരത്തിന് ഉന്മേഷം നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം, അതൊക്കെ ആഴ്ചയുടെ ആദ്യത്തെ 4.5 ദിവസങ്ങളും അവസാന ദിവസത്തെ അര ദിവസങ്ങളോടും ചേർന്ന് 5 ദിവസങ്ങളോളം ഇവർക്ക് ഗുണകരമാണ്. ഇടയ്ക്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ശനിയാഴ്ച ഉച്ചവരെയുള്ള ദിവസങ്ങളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തികമായ അധിക ചിലവ്, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണാർത്ഥം പണം ചിലവഴിക്കേണ്ടി വരിക, കണ്ണ്, ഹൃദയം, മൂക്ക്, മുഖം ഈ ഭാഗങ്ങളിൽ പ്രശ്നമുണ്ടാകുക, അതുപോലെ തന്നെ മാതാവിന് എന്തെങ്കിലും ശാരീരികമായ അവശത വരിക, വാഹനം സൂക്ഷിച്ച് ഓടിക്കുക. അതുപോലെ തന്നെ പ്രധാനമൊന്നാണ് കാൽപാദങ്ങളിലേക്കുള്ള രക്തചംക്രമണത്തിന് എന്തെങ്കിലും കുറവോ പ്രശ്നമോ ഉണ്ടാവുക. വാദസംബന്ധമായ അസുഖം ഉള്ളവർക്ക്, നേരത്തെ തന്നെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19, 20, 21, 22 ഉച്ചവരെയും ശേഷം 24 ഉച്ച കഴിഞ്ഞും നല്ലതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. പൂർണ്ണമായും നല്ലൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇടവക്കൂറിൻ്റെ. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ കുറേ കാലമായി നിലനിന്നിരുന്ന ജോലിയിലെ ആശങ്കകളും പ്രശ്നങ്ങളുമൊക്കെ മാറി നല്ല ജോലി കിട്ടാനും ജോലിയിൽ നിന്ന് സ്ഥിരമായ വരുമാനമുണ്ടാകാനും സാധ്യത. കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് 14-ാം തീയതി രാത്രിയോടുകൂടി വ്യാഴം ധനസ്ഥാനമായ 2ലേക്ക് വന്നതും സാമ്പത്തിക നേട്ടത്തിന് കാരണമാകുന്നു. 18-ാം തീയതി മുതൽ രാഹു 10-ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ കർമ്മം വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കർമ്മത്തിൽ കൂടുതൽ ഉൽപാദനക്ഷമത ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള വൈയക്തിക ബുദ്ധി പ്രയോഗിക്കാൻ, അതായത് കർമ്മ സബരിയ കൂടുതൽ ഉയർത്താനും ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ വിഷയത്തിൽ പ്രധാനമായ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ അഗാധമായ അറിവോ പാണ്ഡിത്യമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കർമ്മമേഖല കൂടുതൽ വിപുലമാക്കാനും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ 10ലെ സ്ഥിതി സഹായിക്കും. രാഹു 10-ലെത്തുമ്പോൾ സ്വാഭാവികമായും കേതു വരുന്നത് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 4-ലാണ്. 4-ാം ഭാവത്തിൽ കേതു വരുമ്പോൾ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വാഹനം സൂക്ഷിച്ച് ഓടിക്കുകയും ചെയ്യണം. അതുപോലെ മലിന സ്ഥലത്തും വൃത്തിഹീനമായ സ്ഥലത്തും അണുബാധയുള്ള സ്ഥലത്തുമൊക്കെ സഞ്ചരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ലങ്സിനൊക്കെ എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അലർജി അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാകാം. വാഹനത്തിൻ്റെ അകത്ത് അണുബാധയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. താമസിക്കുന്ന ഇടങ്ങളിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാം.
അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്ത്, കർമ്മസ്ഥലത്ത് അവിടം ബാക്കി പല ഗ്രഹങ്ങളുടെയും സാമീപ്യം കൊണ്ടും സ്വാധീനം കൊണ്ടും ഗുണമുണ്ടാകുമെങ്കിലും ചിലരുടെയെങ്കിലും, പ്രത്യേകിച്ചും മേലധികാരികളുടെ ഈ ചെവി കടിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയും, മേലധികാരികളുടെ ശിങ്കിടികളായി നിൽക്കുന്നവരുടെ പാര ചിലപ്പോൾ ഈ നക്ഷത്രക്കാർക്ക്, അതായത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ തൊഴിൽ രംഗത്ത് സംഭവിക്കാനിടയുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. എന്തായാലും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ കാര്യക്ഷമത പ്രദർശിപ്പിക്കാനും അതുവഴി ആ മേഖല തിളക്കമുള്ളതാക്കി മാറ്റാനും സാധിക്കുന്നുണ്ട്. ധനപരമായി വളരെ നേട്ടമാണ്. ലോട്ടറി വരെ ഇവർക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യ മത്സരങ്ങളിലും പരീക്ഷകളിലും പങ്കെടുത്താൽ വിജയം സിദ്ധിക്കുന്നതായി കാണുന്നുമുണ്ട്. പൊതുവെ ഗുണകരമാണ്. ആരോഗ്യ സംബന്ധമായി ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വളരെ ഗുണകരമാണ്. സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം, പ്രത്യേകിച്ച് ശനിയാഴ്ച ഒരല്പം ചിലവ് വർദ്ധിച്ചിരിക്കും എന്ന് മാത്രമേ കാണുന്നുള്ളൂ. എന്നാലും പൊതുവെ ഗുണകരമാണ്. ചിലവിന് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ടൊക്കെ പണം ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കൃത്യമായി കാണുന്നു. ശരീരത്തിൻ്റെ ചൂട് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്ത് നേരത്തെ തന്നെ എന്തെങ്കിലും അസ്ഖിതയോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്. അല്ലെങ്കിൽ പുതുതായി സംഭവിക്കാൻ സാധ്യത നേത്രരോഗമോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് പറയുന്നു. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുണങ്ങൾ, നല്ല ദിവസങ്ങൾ 20, 21, 22, 23, 24 ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഴ്ചയുടെ തുടക്കത്തിലെ 4 ദിവസങ്ങൾ അത്ര നല്ലതല്ല. ശാരീരികമായ അവശതയോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകാം. പിതാവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പിതൃസമാനരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ നക്ഷത്രക്കാർ, അതായത് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ ഉദര സംബന്ധമായ കീഴ്വയർ എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്ത് മോൺസ് വെനറിസ് ഭാഗങ്ങളിലും ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലും അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുതന്നെയാവാം, അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാവാം ഇവരുടെ ചില യാത്രകൾക്ക് തടസ്സം വരുന്നത്. ഉപരിപഠനത്തിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലി സംബന്ധമായ കാര്യത്തിനോ ഒരു വിദേശയാത്രയ്ക്കോ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ഇവിടെ തയ്യാറാക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾക്കോ തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്രയൊക്കെ റെഡിയായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും ഒരു കാലതാമസം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണാം. എന്നാൽ ശേഷം വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് പൊതുവെ ഗുണമാണ്. അതായത് ആഴ്ചയുടെ 2ാം പകുതി തൊട്ട് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധ്യമാകുന്ന അവസ്ഥ, ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന യാത്രകൾ, അതുപോലെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹകരിക്കാനും അവരുമായി സമയം ചെലവഴിക്കാനും വളരെ സൗഹാർദ്ദവും സന്തോഷകരവുമായ നിമിഷങ്ങൾ കിട്ടുന്നു. പൊതുവെ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, അതായത് 2ാം പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ തീർത്തും ഗുണകരമാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. ജോലി സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ തന്നെ ഇവരുടെ അധിക ചെലവ് അല്പം കുറഞ്ഞിരിക്കും. എന്നാൽ ആരോഗ്യ സംബന്ധമായി എന്തെന്നില്ലാത്ത ക്ഷീണം അനുഭവപ്പെടാം. പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഉണ്ടാകുകയില്ലെങ്കിലും ഡീഹൈഡ്രേഷൻ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നോ അവരുടെ രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാരുമായോ കലഹമുണ്ടാകാനോ അവരിൽ നിന്ന് അകന്നു നിൽക്കാനോ സാധ്യതയുണ്ട്. അവർ തരുന്ന നേട്ടങ്ങളെ തൽക്കാലം അവഗണിക്കുന്നതായിട്ടും കാണുന്നുണ്ട് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. പൊതുവെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും മറ്റും ഇവർക്ക് ഗുണകരമായിട്ടൊരവസ്ഥയുണ്ടെങ്കിലും വൈകാരികമായ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം എന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കുറെ ധനം കിട്ടുമെന്നുള്ളതും പ്രത്യേകമായി കാണേണ്ടതാണ്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ചയ്ക്ക് ശേഷം 23, 24 വരെ ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി മാറിക്കഴിഞ്ഞു മാർച്ച് 29-ന്. അതുപോലെ തന്നെ വ്യാഴം 12-ലും വന്നിരിക്കുന്നു. ഇപ്പോൾ ജന്മത്തിൽ ചൊവ്വയുണ്ട്. അതുപോലെ കേതുവും 2-ലേക്ക് വരുന്നു 18-ാം തീയതി മുതൽ. അഷ്ടമത്തിലേക്ക് രാഹു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വീണ്ടും കർക്കിടകക്കൂറുകാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് അനുഗ്രഹമുണ്ട്. കാരണം ശുക്രൻ ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. 9-ൽ ജൂൺ 1-ാം തീയതി വരെയും ശുക്രൻ മീനം രാശിയിൽ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ അനുഗ്രഹം ശക്തമായി അവരുടെ കൂടെയുണ്ട്.
12-ൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് വലിയ ദോഷങ്ങളൊന്നും വരുത്തില്ല. പക്ഷേ കൂടുതൽ ചിലവ് വരുത്താം. യാത്ര ചിലപ്പോൾ ചെയ്യേണ്ടി വരാം. ആ യാത്രകൾ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സാധൂകരിക്കണം എന്നില്ല എന്നും കാണുന്നു. എന്നാൽ ഉടനെ സാമ്പത്തികമായി ലാഭം കിട്ടാത്ത, ഉടനെ ഗുണങ്ങൾ കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രവർത്തിക്കേണ്ടി വരുമെന്ന് കാണുന്നു. അപ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായൊരു അധിക ചിലവുണ്ടാകാം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചിലപ്പോൾ അപ്രസക്തമായി മാറിയേക്കാവുന്ന ഒരു അവസ്ഥ വരാം. പ്രവർത്തനങ്ങൾ വേണ്ടത്ര ശോഭനീയമായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരാം. സ്കിൻ സംബന്ധമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശങ്ക ജനിപ്പിക്കുന്നതായോ ഉണ്ടാകുന്ന രോഗഭീതികൾ ഉണ്ടാകാനുള്ള സാധ്യത, തങ്ങൾക്ക് ഇന്ന അസുഖം വരുമോ, ആ അസുഖം വർദ്ധിക്കുമോ, ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കകൾ ഉണ്ടാകാം. ഇവരെ ചൊല്ലി ഇവരുടെ വേണ്ടപ്പെട്ടവരുമായി കലഹമുണ്ടാകുന്ന കാര്യത്തിൽ മറ്റുള്ളവർ കഥകൾ പറഞ്ഞു പരത്താനുള്ള സാധ്യതയും അപഹാസ്യമായ അവസ്ഥകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നു. അതുപോലെ തന്നെ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും ആ പരിധി വിട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും പലപ്പോഴും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ത്വക്ക് സംബന്ധമായി ഉള്ള അലർജി അസുഖങ്ങളോ അല്ലെങ്കിൽ വിഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായ ഭക്ഷണങ്ങളോ ഒക്കെ ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യതയുണ്ട്. ജലം വളരെ ഏറ്റവും നന്നായി ഹൈജീനിക്കായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ പാകപ്പെടുത്തിയത് മാത്രമേ ഇവർ ഉപയോഗിക്കാവൂ എന്നും പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയും അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവും കാര്യതടസ്സങ്ങൾക്കും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ അലർജി സംബന്ധമായ അസുഖങ്ങൾക്കുമൊക്കെ വഴിവരുത്താം. ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, പടികൾ കയറുമ്പോൾ, ഉയരങ്ങളിലേക്ക് നടക്കുമ്പോൾ, തെന്നി വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ, അതുപോലെ തന്നെ അഗ്നി, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്നും പറയുന്നു. എന്നാൽ ശുക്രൻ്റെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും തൊട്ടടുത്ത് വന്നതിന് ശേഷം അപ്രത്യക്ഷമായി പോകുന്ന അല്ലെങ്കിൽ മാറിപ്പോകാവുന്ന ഒരു ദൈവാധീനം ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി. സാമ്പത്തികമായി ഇവർക്ക് മറ്റു പ്രശ്നങ്ങൾ, ചെലവുകൾ ഉണ്ടാകുമെങ്കിലും കൃത്യമായി കാര്യങ്ങൾ നടന്നു പോകാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ശുക്രൻ്റെ ഈ 9-ലെ നില, പ്രത്യേകിച്ചും ഉച്ചസ്ഥനായി നിൽക്കുന്ന ശുക്രൻ്റെ നില ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. അതായത് സ്ത്രീ രാശിയിലാണ് സ്ത്രീഗ്രഹമായ ശുക്രൻ പോയി നിൽക്കുന്നത് കൊണ്ട് മഹാലക്ഷ്മിയുടെ, മൂകാംബികാ ദേവിയുടെ, പാർവതീ ദേവിയുടെ, ഭദ്രയുടെയൊക്കെ അനുഗ്രഹം തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. ഉപാസനാമൂർത്തികളായി ഇവരെ ആചരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവർക്ക് അനുഗ്രഹമുണ്ടാകും. സർവ്വവിഘ്നങ്ങൾക്കും അവശതകൾക്കും അതുപോലെ തന്നെ മറ്റു ദ്രോഹങ്ങൾക്കുമെല്ലാം തന്നെ ഉപരിയായി ഒരു രക്ഷ പോലെ ദേവിയുടെ അനുഗ്രഹം ഇവരിൽ ഉണ്ടാകുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ശുക്രൻ സമ്മാനിക്കുന്ന പണം, ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ, വീട്ടിലെ എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ ഐശ്വര്യങ്ങൾക്കും അതുപോലെ തന്നെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനും ഒക്കെ തന്നെ ശുക്രൻ ഇവർക്ക് അനുഗ്രഹമായി നിൽക്കും. അപ്പോൾ വൈതരണികളും തടസ്സങ്ങളും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിൽക്കാൻ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നതാണ് സത്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 18, 19, ശേഷം 24 ഉച്ച കഴിഞ്ഞും നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തെ 4 ദിവസങ്ങൾ, 4.5 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി കിട്ടാനുണ്ടായിരുന്ന ധനം, അത് ഇവർക്ക് വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില അറിവുകൾ കിട്ടുന്നു. അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്നും മോചനം, ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ ഉദര സംബന്ധമായ രോഗത്തിൻ്റെ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നു, മുക്തി കിട്ടുന്നു, ആശ്വാസം കിട്ടുന്നു, കടങ്ങൾ മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്ന ദാമ്പത്യ ബന്ധങ്ങൾക്ക് അതിനൊരു മാറ്റമുണ്ടാകുന്നു. ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സമൊക്കെ മാറിക്കിട്ടുന്നു. മുടക്കങ്ങൾ പലതും മാറി തുടക്കങ്ങളായി മാറുന്നു. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ആഴ്ചയുടെ ആദ്യത്തെ 4.5 ദിവസങ്ങൾ. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന തടസ്സത്തിന് മാറ്റം, പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന മാന്ദ്യത്തിന് അയവ് വരുന്നു, കൂടുതൽ ഉഷാറാവുന്നു കാര്യങ്ങൾ. എന്നാൽ ആഴ്ചയുടെ വ്യാഴാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു 2 ദിവസത്തോളം, വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ ശനിയാഴ്ച ഉച്ചവരെയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അൺഎക്സ്പെക്റ്റഡായിട്ട് ഇവർക്ക് ചില ദോഷങ്ങൾ വരാം. അപ്രതീക്ഷിതമായി സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ വരാം. നട്ടെല്ല് സംബന്ധമായോ പേശി സംബന്ധമായോ ദോഷങ്ങളുണ്ടാകാം. നീർക്കെട്ടിൻ്റെ അസുഖം ബാധിക്കാം. നീർക്കെട്ടിൻ്റെ അസുഖമായിട്ടുണ്ടാകാവുന്ന നട്ടെല്ല് സംബന്ധമായ ക്ഷതങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. മൂവ്മെൻറ്റ്സിൻ്റെ ഈസിനെസ് കുറയാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഈ ദിവസങ്ങൾ. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ ദിവസം, അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇവർക്ക് ചില തടസ്സങ്ങൾ യാത്രാ സംബന്ധമായിട്ടുണ്ടാകാം. കിട്ടാനുണ്ടായിരുന്ന ചില വിജയമോ, നേടാനുണ്ടായിരുന്ന ചില വിജയമോ, കിട്ടാനുണ്ടായിരുന്ന ചില പണമോ ചിലപ്പോൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നതായിട്ട് കാണാം.
അതുകൊണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളാണ് ഇവർക്ക് നല്ലത്. ഏകദേശം സിംഹഭാഗവും 4.5 ദിവസം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ സിംഹഭാഗം പകുതിയിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ഈ ആഴ്ച ഗുണകരം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. രോഗസംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ശ്വാസകോശം, നട്ടെല്ല്, അതുപോലെ തന്നെ കഫപ്രകൃതിയുള്ളവർക്ക് ശബ്ദത്തിന് പ്രശ്നമോ ത്രോട്ടിന് പ്രശ്നമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 18, 19, 20, 21, 22 ഉച്ചവരെയും താരതമ്യേന ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ, അതായത് ഞായർ തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഏകദേശം ഉച്ചവരെയും ഇവർക്ക് ഗുണകരമാണ്. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലാണ് കൂടുതൽ ഗുണം കാണുന്നത്. ഇവർ ഒരുപാട് കോൺട്രാക്റ്റുകളിലും അതുപോലെ തന്നെ പല കാര്യങ്ങളിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതൊന്നും അങ്ങോട്ട് വിജയത്തിൻ്റേതായ ഒരു പ്രകാശം ഇവരിലേക്ക് ഇതുവരെയും ചൊരിഞ്ഞിട്ടില്ല. ആ അവസ്ഥ മാറുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. കിട്ടാനുണ്ടായിരുന്ന പണം ഇവരിലേക്ക് വന്നു ചേരുന്നു. മുടക്കമുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾക്ക് ആ മുടക്കവും തടസ്സവുമെല്ലാം മാറി അത് കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ശത്രുതാ മനോഭാവത്തിൽ പാരയായി നിന്നിരുന്നവരൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവാധീനം കൊണ്ടോ അല്ലെങ്കിൽ അവർ സ്വമേധയായോ മാറി ഈ വ്യക്തികളുടെ, ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് കൂടുതൽ ചേർന്ന് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. യാത്ര ഗുണം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനുള്ള സാധ്യതകളോ തുറന്നു കിട്ടുന്നു. അതുപോലെ തന്നെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രസീവായിട്ടുള്ള രീതിയിൽ പല പ്രകടനങ്ങളും പല വ്യത്യസ്ത മനോഭാവങ്ങളും കാഴ്ചവെക്കാൻ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു എന്നതാണ് സത്യം. അതവരുടെ കർമ്മരംഗത്തൊരു വിജയമായി മാറുകയും ചെയ്യുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് അല്പം ശ്രദ്ധിക്കണം. സാമ്പത്തികമായ അധിക ചെലവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾക്ക് പണം മുടക്കേണ്ടി വന്നേക്കാം. ബന്ധുക്കളുടെ ശാരീരികമായ അവശതയോ സ്വന്തം ശാരീരികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലഹമോ കേസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കോ പണം മാറ്റിവെക്കേണ്ടി വരും എന്ന് കാണുന്നു. എന്നാലും പൊതുവേ ഇവർക്ക് ഈ ആഴ്ച ഗുണകരം തന്നെയാണ്. ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കേണ്ടത് ഇവരും തോളെല്ലിൻ്റെ ഭാഗവും അതായത് തോളെല്ലിൻ്റെ ഭാഗങ്ങൾ, കാഫ് മസിൽസ്, ഈ ഭാഗങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പേശികൾക്ക് ഏറ്റവും കൂടുതൽ ചലനശേഷി ഉണ്ടാക്കുന്ന ഭാഗങ്ങളിലാണ് പ്രശ്നം. അതുകൊണ്ട് കൈകാലുകൾ ചലിപ്പിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20, 21, 22, 23, 24 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവേ ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭാഗ്യസ്ഥാനത്ത് പാപിയായ ശനിയും അതുപോലെ തന്നെ ഭാഗ്യനാഥനായ സർവേശ്വരനായ വ്യാഴം അഷ്ടമത്തിൽ, അതായത് ഒട്ടും പറ്റാത്തൊരു രാശിയിലും പോയി നിന്നിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. സർവേശ്വരനായ വ്യാഴം ഭാഗ്യം സമ്മാനിക്കുന്ന, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നു, 9ലേക്ക്. അതുപോലെ തന്നെ ശനി 5-ൽ നിന്ന് 6-ലേക്ക് മാറിയിരിക്കുന്നു. 3, 6, 11 ഗോചരാൽ ശനി സഞ്ചരിക്കുന്ന കാലം ഉത്തമം, ഗുണം എന്നുള്ള പ്രമാണമനുസരിച്ച് ശനിയുടെ നിലയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ നിലയും വളരെ ഗുണകരമാണ്. ചോതി, അതുപോലെ തന്നെ ചിത്തിര 2ാമത്തെ അര, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാക്കൂറുകാർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന മാന്ദ്യം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, മറ്റ് അവശതകൾ, കടബാധ്യതകൾ, ഇതിനെല്ലാം തന്നെ ഈശ്വരാധീനത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും അനുഗ്രഹമായി മാറ്റങ്ങൾ തുടങ്ങുന്നു. അപ്പോൾ തുലാക്കൂറുകാർ ചോദിക്കും, മാർച്ച് 29-ന് ശേഷം മാറ്റം വന്നില്ലല്ലോ, 14 കഴിഞ്ഞു മാറ്റം വന്നില്ലല്ലോ. ഈ മാർച്ച് 29 മുതൽ 2028 വരെ ശനി ഇവർക്ക് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ വ്യാഴം 1 വർഷത്തേക്ക് ഇഷ്ടഭാവത്തിൽ, ഏറ്റവും അനുകൂല ഭാവത്തിൽ. വ്യാഴം 3 വർഷത്തേക്ക് തുലാക്കൂറിന് നല്ലതാണ്. 9-ൽ സഞ്ചരിക്കുമ്പോഴും നല്ലത്, 10-ൽ സഞ്ചരിക്കുമ്പോൾ ഭാഗികമായി നല്ലത്, 11-ൽ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു 3 വർഷത്തേക്ക് വ്യാഴം അനുകൂലമായി തുലാക്കൂറിന് സഞ്ചരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഒരു അറുതി വരികയും പ്രവർത്തനങ്ങളിലൂടെ പതുക്കെ പിടിച്ചു കയറാൻ സാധിക്കുകയും ചെയ്യും. ഇന്ന് വിത്തിട്ട് നാളെ ലക്ഷങ്ങളോ കോടികളോ മുടക്കുന്ന കാര്യമായി പലരും ചിന്തിക്കും. അങ്ങനെയല്ല. ഇനി അങ്ങോട്ട് അവരുടെ തടസ്സങ്ങൾക്കും യാത്രകൾക്കും വിജയത്തിൻ്റെ പച്ചക്കൊടി കിട്ടുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം വന്നു തുടങ്ങുന്നു. അത് ചിലർക്ക് വളരെ പെട്ടെന്ന് നേടും, ചിലർ കാലക്രമേണ നേടും. എന്തായാലും പഴയ നഷ്ടത്തിലേക്കോ ബാധ്യതകളിലേക്കോ ദാരിദ്ര്യത്തിലേക്കോ അവർ മടങ്ങിപ്പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് കർമ്മരംഗത്തൊരു ഉഷാറ് വരുന്നു. പൊതുവെ ഉന്മേഷവും ഊർജ്ജസ്വലതയും കൈവരുന്നു. പൊതുവെ ഗുണകരമാണ്. ശാരീരികമായി ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: 6-ൽ ശനി സഞ്ചരിക്കുമ്പോൾ ബാക്കി ഗുണങ്ങൾ നൽകുമെങ്കിലും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം.
നേരത്തെ തന്നെ അസുഖങ്ങൾ ഉണ്ടായിരിക്കുന്നവർക്ക് പുളിച്ചുതകട്ടൽ, അസിഡിറ്റി, അതുപോലെ ലിവർ സംബന്ധമായോ പാൻക്രിയാസ് സംബന്ധമായോ കിഡ്നി സംബന്ധമായോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും വരാം അഷ്ടമത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് BP, ഷുഗർ, ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് വേണം പോകുവാൻ. പൊതുവേ ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവർക്കിപ്പോൾ അനുഗ്രഹമായി വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ തുടക്കത്തിൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ 2ാം പകുതി കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും യാത്ര കൊണ്ട് ഗുണവും എല്ലാം കാണുന്നു. അപ്പോൾ ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ പറയുമ്പോൾ 22 ഉച്ച കഴിഞ്ഞ് 23, 24 ഉച്ചവരെയും ഇവർക്ക് ഗുണകരമാണ്, കൂടുതൽ ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കണ്ടകശനി മാറി എന്നുള്ളതാണ്. പക്ഷേ വ്യാഴം 8-ലോട്ട് പോയിരിക്കുന്നു. 9-ൽ നിൽക്കുന്നത് ചൊവ്വയുമാണ്. സൂര്യൻ 6-ലും വന്നിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ചും ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഒരല്പം ശ്രദ്ധ വേണം. ഇവരുടെ പിതാവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില ഡിസ്കഷൻസ്, അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, അതിലൊക്കെ 50-50 ചാൻസ് ആയിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായി പോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. പിതാവ് മകനെയും മകൻ പിതാവിനെയും മനസ്സിലാക്കുന്നൊരവസ്ഥ, അതല്ലെങ്കിൽ മകന് പിതാവിൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ അവരുടെ ഔദ്യോഗികമായ മേലധികാരികളോ അല്ലെങ്കിൽ അവർക്ക് പണം മുടക്കുന്ന വ്യക്തികളോ അവരുടെ സംരംഭങ്ങൾക്ക് കാരണവസ്ഥാനത്തോ സഹായിയായോ നിൽക്കുന്നവരോ ഒക്കെ തന്നെയും ഈ ഒരു അർത്ഥത്തിൽ നല്ലൊരു ഫോർമുലയിലേക്ക് പോകാനുള്ള, നല്ലൊരു സമവാക്യത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ, അതായത് ഞായറും തിങ്കളും വളരെ ഗുണകരമായ ദിവസങ്ങളാണ്. അപ്രതീക്ഷിതമായി ധനസഹായം ഇവരിലേക്ക് വരാം. മുമ്പ് ഇവരുടെ പ്രോജക്റ്റുകളിലോ ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലോ തടസ്സം നിന്നിരുന്നവർ അത് മാറി ഇവരെ സഹായിക്കാനായി വരുന്നു എന്നുള്ളതാണ് പ്രധാന വിശേഷം. ആദ്യത്തെ 2 ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ അറിവ് ഇവർക്കുണ്ടാകുന്നു. അത് സാമ്പത്തികമായിട്ടോ മറ്റ് സഹകരണ അടിസ്ഥാനത്തിലോ ആകുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, 5-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഇപ്പോഴും ഇവർക്ക് ഇവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലോ വിജയത്തിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നത്. എന്നാൽ വ്യാഴം 8-ൽ പോയതുകൊണ്ട് മംഗളകരമായ കാര്യങ്ങൾ നടത്തുന്നതിൽ ഒരല്പം ശ്രദ്ധ വേണം. ബാക്കി ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ വളരെ പോസിറ്റീവായെങ്കിൽ മാത്രമേ വ്യാഴത്തിൻ്റെ നിലയിലെ ഈ പ്രതികൂല അവസ്ഥ മറികടന്നുകൊണ്ട് നമുക്ക് മംഗളകാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കൂ. അങ്ങനെ ചില അവസ്ഥകൾ വൃശ്ചികക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഈ ഒരു ആഴ്ച വരുമെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇവർക്ക് നടക്കണം. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവണം. മറ്റ് ദോഷാവസ്ഥകൾ കാണുന്നില്ല. പിതാവിന് ഒരു സർജറിയുടെ ആവശ്യം വന്നേക്കാം. ഇവർക്ക് തന്നെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തിനും പ്രത്യേകമായ ശ്രദ്ധ വേണം. ഇവരുടെ ജീവിത പങ്കാളിക്കും അല്പം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള, ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്കോ കൂട്ടു ബിസിനസ് നടത്തുന്നവർക്കോ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്കോ ശാരീരികമായി ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഒന്നുകിൽ അവരുടെ പിതാവിനോ അവരുടെ പിതൃസ്ഥാനീയരായ വ്യക്തികൾക്കോ രോഗാവസ്ഥകളോ അപകടാവസ്ഥകളോ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. എന്തായാലും പൊതുവെ ഗുണകരം ആണ് എങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 18, 19 നല്ല ദിവസമാണ്. ശേഷം 24 ഉച്ച കഴിഞ്ഞും ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നു കഴിഞ്ഞു. അപ്പോൾ 6-ൽ നിന്നിരുന്ന വ്യാഴം 7-ലോട്ട് വരുമ്പോൾ ഭാഗ്യത്തിന് കുറച്ചുകൂടെ അനുകൂലമായൊരവസ്ഥ വരുന്നു. 4-ൽ ഭൗതിക രാശിയിൽ ശുക്രൻ വളരെ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. ശുക്രൻ ഉച്ചസ്ഥാനത്താണ്. അപ്പോൾ 4-ലും 7-ലും, അതായത് ഭൗതിക നേട്ടങ്ങളുടെ 2 ഭാവങ്ങളിലായി ആചാര്യഗ്രഹങ്ങൾ നിൽക്കുന്നു. ശുക്രൻ അസുരാചാര്യനാണെങ്കിലും ശുഭകാര്യങ്ങളിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ആളാണ്. വ്യാഴം അസുരനല്ല, ദേവനാണ്, ദേവന്മാരുടെ ആചാര്യനാണ്, ബൃഹസ്പതിയാണ്. അപ്പോൾ സ്വാഭാവികമായും സർവേശ്വരൻ്റെ സാന്നിധ്യമാണ് അവിടെ. ഈശ്വരൻ നേരെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. വ്യാഴം 7-ൽ വരുമ്പോൾ മംഗളകർമ്മങ്ങളൊക്കെയും നടക്കണം. 7-ൽ വ്യാഴസ്ഥിതി ഉള്ളതുകൊണ്ട് മംഗളകർമ്മങ്ങളെല്ലാം നടക്കണം. ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെയും നടക്കണം. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമൊക്കെ മുമ്പുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ, 6-ലെ വ്യാഴസ്ഥിതിയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവണം. സ്വാഭാവികമായും ചിന്തിക്കണം, 4-ലാണ് ശനി സഞ്ചരിക്കുന്നത് ധനുക്കൂറിന്. അപ്പോൾ കണ്ടകശനി ഉണ്ട്. പക്ഷേ കൂടെ ശുക്രൻ, ശനിയുടെ ബന്ധുവായ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ കണ്ടകത്വത്തിൻ്റെ ദോഷം ഇപ്പോൾ അവർ അനുഭവിക്കില്ല. ഇനിയിപ്പോൾ വ്യാഴം കൂടെ 7-ൽ പോയതുകൊണ്ട്
കണ്ടകശനിയുടെ ദോഷവശങ്ങൾ ഒരു വർഷത്തേക്ക് എന്തായാലും ധനുക്കൂറിനെ ബാധിക്കാനിടയില്ല. അതുകൊണ്ട് സ്വാഭാവികമായും കാര്യങ്ങളൊക്കെ നടന്നു പോകണം, തടസ്സങ്ങളൊക്കെ മാറണം, വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ സന്തോഷകരമായ അവസ്ഥകൾ ഉണ്ടാവണം, ഭാഗ്യം അനുകൂലമാവണം. ഭാഗ്യക്കുറി വരെ അടിക്കാം, ലോട്ടറി അടിക്കാം ഇവർക്ക്. അതുകൊണ്ട് ലോട്ടറിയൊക്കെ ടിക്കറ്റ് എടുക്കുക. 1, 2, 3, 4, 5, 6 തവണ എടുത്തിട്ടും കിട്ടിയില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. നിരന്തരം ഒരു ഉപാസന പോലെ അത് ചെയ്യുക. എപ്പോഴെങ്കിലും ഭാഗ്യം തീർച്ചയായും ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ കടാക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് ചില കൂറിലും പലർക്കും അനുഗ്രഹം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ധനുക്കൂറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അത് പറയുന്നുവെന്ന് മാത്രം. ഇനി ഇവരിപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മാതാവിൻ്റെ ആരോഗ്യം അല്പം സംരക്ഷിക്കണം. അതുപോലെ ഡയഫ്രം ഭാഗത്തോ ഉദരത്തിൻ്റെ മേൽ ഉദരം ഭാഗങ്ങളിലൊക്കെ അല്പം പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനൊക്കെ നേരത്തെ ഉള്ളവർക്ക് അത്തരം സംഭവങ്ങളിലൂടെ ആശങ്കകളുണ്ടാകാം, ഹൃദ്രോഗമാണോ പ്രശ്നമാണോ എന്നൊക്കെ. എന്നാലും വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. വീട് മാറാനോ വീടിന് അറ്റകുറ്റപ്പണി നടത്താനോ ഒക്കെ സാധ്യതയുണ്ട്. ഉപാസനാമൂർത്തികളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം കുറയുന്നു എന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ദേശനാഥനെ വണങ്ങിയിട്ടേ ബാക്കിയുള്ളവരെ വണങ്ങിയിട്ട് കാര്യമുള്ളൂ. ദേശനാഥന് മുമ്പേ ഗ്രഹനാഥനെ വണങ്ങുക. ഗ്രഹനാഥൻ എന്ന് ഞാൻ പറയുന്നത് ഇവിടെ മനുഷ്യരെയല്ല, ഓരോ കുടുംബത്തിനും ഒരു വാരദേവതയുണ്ട്, ഒരു ഭരദേവതയുണ്ട്. തിരുവനന്തപുരത്ത് ഭാഗത്തോട്ട് അതിനെ തെക്കതെന്ന് പറയും, പക്ഷേ വടക്കോട്ട് അതിനെ ഭരദേവത എന്ന് പറയും. സ്വാഭാവികമായും ആ ദേവത അല്ലെങ്കിൽ ആ ദേവൻ ആരെന്ന് അറിഞ്ഞിട്ട് കൃത്യമായും അവരെ വണങ്ങുക. കാര്യങ്ങൾക്ക് തടസ്സം മാറിക്കിട്ടാനും പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന വിജയത്തിനും ധനപരമായ നേട്ടത്തിനും പൊതുവെയുള്ള ഐശ്വര്യത്തിനുമൊക്കെ അത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ വിഷ്ണുവിൻ്റെ അനുഗ്രഹം, വ്യാഴമെന്നാൽ വിഷ്ണു എന്നാണ്, വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് വിജയവും ധനപരമായ ഗുണവും കിട്ടും. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു എന്ന കാര്യം മറക്കാതിരിക്കുക. ഏതൊരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും തൊട്ടടുത്ത ഭാവം 2ാം ഭാവത്തിലൊരു പാപഗ്രഹം നിന്നാൽ ആ ശുഭഗ്രഹത്തിൻ്റെ കാര്യങ്ങൾക്കത് തടസ്സമുണ്ടാകുമെന്നൊരു വിധിയുണ്ട്. വ്യാഴത്തിനെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല എന്നൊരു ശക്തി ഉള്ളതുകൊണ്ട് 2ൽ നിൽക്കുന്ന ചൊവ്വ, പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ ബന്ധു കൂടി ആയതിനാൽ വലിയ ദോഷമുണ്ടാകില്ല. എങ്കിലും ധനുക്കൂറിന് 8ാം ഭാവം, ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ സ്ത്രീകൾക്ക് 8ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. ദാമ്പത്യത്തിൽ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും. അതുകൊണ്ട് വാഹനം സൂക്ഷിച്ചോടിക്കുക. ഉയരങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോഴും പടികൾ കയറി ഉയരങ്ങൾ പോകുമ്പോഴും അതുപോലെ തന്നെ സാഹസിക ജോലികൾ കൈകാര്യം ചെയ്യുന്നവരും ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, തീ, ഇലക്ട്രിസിറ്റി ഇതുകൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കുക. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. ദേഷ്യം കുറയ്ക്കുക. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. ഇതൊക്കെയാണ് ഇവരോട് പറയാനുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20, 21, 22 ഉച്ചവരെ ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ര ശനി പൂർണ്ണമായി മാർച്ച് 29 മാറി. കൂടെ അവിടെ ശുക്രനും നിൽക്കുന്നുണ്ട്. അതുപോലെ രാഹു ഇവർക്ക് 2ലോട്ടാണ് വരുന്നത്. രാഹു 2ൽ വരുന്നത് ശ്രദ്ധിക്കണം. മൂലകുടുംബത്തിൽ ചില പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സഹോദര സ്ഥാനത്തുള്ളവർക്ക് വലിയ ദോഷം കാണുന്നില്ല. വ്യാഴം 6ലോട്ട് പോയിരിക്കുന്നു. അതുപോലെ 6ൽ സൂര്യൻ വന്നിരിക്കുന്നു. സ്വന്തം സ്ഥാപനത്തിനെ മേലധികാരികളുമായി ബന്ധപ്പെട്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല. സ്ഥാപനങ്ങളിൽ ഇവർക്ക് മുമ്പുണ്ടായിരുന്ന സംഘർഷാവസ്ഥ പോലും കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുറച്ചുകൂടെ കാര്യങ്ങൾ സുഗമമായി പോകുന്നു. സമാന്തരമായിട്ടുള്ള സാമ്പത്തിക ശേഖരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം 3ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കൂടുതൽ ഔത്സുക്യം, കൂടുതൽ ബുദ്ധികൂർമ്മത, കൂടുതൽ അഗ്രസീവ്നെസ്, അതായത് കാര്യക്ഷമത, ഇവർക്ക് ത്വരത ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ഊർജ്ജസ്വലത ഉണ്ടാകുവാനും അതനുസരിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുമുള്ള സാധ്യത മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് വ്യാഴം 6ൽ സഞ്ചരിക്കുന്നതിനാൽ, 5ൽ നിന്ന് 6ലേക്ക് പോയിരിക്കുന്നതിനാൽ ഭാഗ്യത്തിന് ഒരു കുറവുണ്ട്. ഒരു ജാതകം നാം നോക്കുമ്പോൾ ആദ്യം ആയുസ്, രണ്ടാമത് ഭാഗ്യം, ഇതാണ് നോക്കുക. ആയുസ്സുണ്ടെങ്കിലേ സകല കാര്യങ്ങളും നടക്കൂ, ഭാഗ്യമുണ്ടെങ്കിലേ ജീവിച്ചിരുന്നിട്ടും കാര്യമുള്ളൂ. അപ്പോൾ മൂന്നാമതാണ് കർമ്മശേഷിയും വിഭവശേഷിയും ബുദ്ധിയുമൊക്കെ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴമാണ് 6ലോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഈശ്വരാധീനം അല്പം കുറഞ്ഞിട്ടുണ്ട്. 7ലെ ചൊവ്വ ഇവർക്ക് അനുഗ്രഹമായിട്ട് വരുന്നു എന്ന് പറയാം. കാരണം ചൊവ്വ ഇവിടെ നീചഭംഗ രാജയോഗ കാരകനായിട്ടാണ് നിൽക്കുന്നത്. കർക്കിടകൻ രാശിയിൽ ചൊവ്വയ്ക്ക് അങ്ങനെ ഒരു ബലമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവാധിപൻ 7ൽ അങ്ങനെ നിൽക്കുന്നതിനാൽ കുടുംബത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാം. വീടുമായി ബന്ധപ്പെട്ടോ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഉള്ള തീരുമാനങ്ങളിൽ വളരെ ഊർജ്ജസ്വലതയും പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളും ഉണ്ടാകാം. വാഹനം പുതിയത് വാങ്ങുകയോ പഴയതിനെ അറ്റകുറ്റപ്പണി നടത്തുകയോ ചെയ്യാം.
പുതിയ ചില പ്രോജക്റ്റുകൾ ആരംഭിക്കാം. അതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വരികയോ അലച്ചിലോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം വിജയത്തിലെത്തുമെന്നും കാണുന്നു. ശ്രദ്ധിക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വ്യാഴപ്രീതി, വിഷ്ണുപ്രീതി വരുത്തുക എന്നുള്ളിടത്താണ്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 18, 19, പിന്നെ 22 ഉച്ച കഴിഞ്ഞ് 23, 24 ഉച്ച വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ, പൂരുരുട്ടാതി 3/4 ഭാഗം നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 5-ലോട്ടും ജന്മശനി മാറിയും കഴിഞ്ഞു. ജന്മശനി മാർച്ച് 29 മാറി, വ്യാഴം 5-ലോട്ട് വന്നു, ശുക്രൻ 2-ൽ നിൽക്കുന്നുണ്ട്. രാഹു ഇവർക്ക് ജന്മത്തിലേക്ക് വന്നിരിക്കുകയാണ് 7-ലും. അപ്പോൾ കുടുംബം ശ്രദ്ധിക്കണം, ആരോഗ്യവും ശ്രദ്ധിക്കണം. സ്കിൻ സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാം. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ചൊല്ലി മറ്റുള്ളവർ അപവാദങ്ങൾ പറഞ്ഞു വരുത്താനും വിമർശനങ്ങൾക്ക് വിധേയരാകാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ എന്നാൽ ധനപരമായ കാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇപ്പോഴൊന്നും ഇവരെ അത്ര എളുപ്പം തോൽപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുപ്രചാരണങ്ങളും അനാവശ്യ വിമർശനങ്ങളും ഇവരെ ഇപ്പോൾ ബാധിക്കില്ല എന്ന് തന്നെ ചിന്തിക്കണം. പക്ഷേ ആരോഗ്യം ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കണം. വ്യാഴം എന്തായാലും 5-ൽ നിന്നുകൊണ്ട് ഇവരുടെ ജന്മരാശിയിലേക്ക് നോക്കുന്നു. വ്യാഴത്തിൻ്റെ 9-ലെ ദൃഷ്ടി എന്ന് പറയുന്നത് കുംഭം രാശിയിലേക്കാണ്. അതുകൊണ്ട് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴദൃഷ്ടി വരുന്നതിനാൽ സ്വാഭാവികമായും ഇവർക്കൊരു ഈശ്വരാധീനമുണ്ട്. ആ ജന്മലഗ്നത്തിന് ബലവുമുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനം, ശാന്തി, ധനപരമായ നേട്ടങ്ങൾ, പ്രവർത്തനങ്ങളിൽ വിജയം, പൊതുവെയുള്ള രക്ഷ, ഐശ്വര്യം ഇതെല്ലാം തന്നെ ഇവർക്കുണ്ടാകും. 2-ൽ നിൽക്കുന്ന ശുക്രൻ സാക്ഷാൽ ദേവിയാണ്. പണത്തിന്, ജോലിക്ക്, ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്കെല്ലാം തന്നെ ഈശ്വരാധീനം ദേവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. മറക്കുന്നില്ല, 2-ൽ നിൽക്കുന്ന ശനി അവിടെ നിൽക്കുന്നുണ്ട്. വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാലും ശുഭഗ്രഹത്തിൻ്റെ യോഗമുള്ളതിനാലും ശനി വലിയ ദ്രോഹങ്ങൾ ചെയ്യില്ല എന്ന് വേണം ചിന്തിക്കാൻ. മാത്രമല്ല 7-ര ശനിയിൽ നടുക്കത്തെ 2-ര, അതായത് ജന്മശനിയാണ് കൂടുതൽ രൂക്ഷം. 3-മത്തെ 2-ര എന്ന് പറയുന്ന താരതമ്യേന ആ ലാസ്റ്റ് പീരീഡ് 7-ര ശനിയുടെ വലിയ ദോഷങ്ങൾ ചെയ്യില്ല എന്നും പറയാറുണ്ട്. അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ അതൊക്കെ സാക്ഷ്യപ്പെടുത്താൻ കഴിയൂ. എന്തായാലും ഇതിവിടെ ദോഷമല്ല. പക്ഷേ 6-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നുണ്ട്. 5-ൽ വ്യാഴവും 6-ൽ ചൊവ്വയുമാണ്. 6-ലെ ചൊവ്വ ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവാധിപൻ 6-ലാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തിക്കുന്ന മേഖലകൾ, അവിടുത്തെ ഓവർ സ്മാർട്ട്നെസ്, ഊർജ്ജസ്വലത ഇതൊക്കെ കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹോദരങ്ങൾക്ക് അത്ര നല്ലതല്ല എന്ന് കാണുന്നു. അവർക്ക് ശസ്ത്രക്രിയയെ നേരിടേണ്ടി വരികയോ അപകടാവസ്ഥകളെ തരണം ചെയ്യേണ്ടി വരുന്നതൊക്കെയായിട്ട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ശാരീരികമായ അവശത, പ്രത്യേകിച്ചും ഉദരസംബന്ധമായി വരാനുള്ള സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ ശസ്ത്രക്രിയയ്ക്കോ മറ്റെന്തെങ്കിലും ചില അടിയന്തരമായ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 22 ഉച്ച കഴിഞ്ഞ് 20, 21, 22 ഉച്ച വരെയും ശേഷം 24 ഉച്ച കഴിഞ്ഞും ഗുണകരമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി 4-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നു കഴിഞ്ഞു. 3-ലാണ് ഇത്രയും കാലം നിന്നിരുന്നത്. അപ്പോൾ മാർച്ച് 29 മുതൽ മെയ് 14 രാത്രി വരെയും 2 വിധത്തിൽ ഇവർക്ക് ദോഷമുണ്ട്. ഒന്ന്, ശനിയുടെ ജന്മത്തിലെ നിലയും വ്യാഴത്തിൻ്റെ 3-ലെ നിലയും. സാമ്പത്തികമായി പരുങ്ങലും കാര്യങ്ങൾക്ക് തടസ്സവും ഒക്കെയാണ് അതിൻ്റെ വിധി. പക്ഷേ ജന്മശനി അതിൻ്റെ കൂടെ ശുക്രനും അവിടെ ജന്മത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ ദോഷങ്ങൾക്കൊരു കുറവ് വരികയും ഒപ്പം തന്നെ ജന്മത്തിൽ നിന്നിരുന്ന രാഹു 12-ലേക്ക് പോവുകയും ചെയ്തു. 6-ലാണ് കേതു. അതുപോലെ തന്നെ വ്യാഴം 4-ാം ഭാവത്തിലോട്ട് മെയ് 14-ന് വരികയും ചെയ്തു. സ്വാഭാവികമായും ഈ ആഴ്ച കുടുംബത്തിൽ കുറച്ച് സമ്പത്തൊക്കെ വരേണ്ട സമയമാണ്. സാമ്പത്തിക നേട്ടമാണ്. അതുപോലെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലത കൈവരുന്നു, ഈശ്വരാധീനം കൈവരുന്നു, തടസ്സങ്ങൾ മാറുന്നു. എവിടെയൊക്കെ തങ്ങൾ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ തന്നെ ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും ഒരു അനുഗ്രഹം കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം, വീട്ടിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടിനൊക്കെ ഒരു കുറവ് വരുന്നു. കുറച്ചുകൂടി അവരെ സഹായിക്കാൻ തക്കവണ്ണം, കുടുംബത്തെ സഹായിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ സൗഹാർദ്ദങ്ങളുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ നടത്താൻ തക്കവണ്ണം ഉള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത കൈവരുന്നു. കുറച്ചുകൂടി ശാരീരികമായി ഉന്മേഷവും സൗന്ദര്യവും വ്യക്തിത്വവും കൈവരുന്നു. അതുപോലെ തന്നെ തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള മതിപ്പ് വർദ്ധിക്കുന്നു. ത്വക്ക് സംബന്ധമായ രോഗവും അതുപോലെ തന്നെ ആശങ്കകളും ഇപ്പോഴും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ വിട്ടുപിരിയുന്നില്ല എന്നതാണ് മറ്റൊരു ദുഃഖകരമായ സത്യം. അതുകൊണ്ട് കുറച്ചുകൂടി ആത്മാർത്ഥമായി
ഭഗവാന്റെ കൂടെ അടുക്കുക, പ്രാർത്ഥനയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നാണക്കേടിൻ്റെ ആവശ്യമില്ല. ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ ചിലർക്കൊക്കെ കള്ള ധിഷണാശാലികൾക്ക് വലിയ മടിയാണ്. കാരണം അവരെ ബുദ്ധിയാണങ്ങ് നയിക്കുന്നത് എന്നുള്ള ചിന്തയാണ്. ഇതെല്ലാം ജനിക്കുമ്പോൾ കിട്ടുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം വരുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ബുദ്ധിയെ വളർത്താൻ പിന്നെ അവരുടെ പ്രത്യേകമായ ഒരു അന്തരീക്ഷവും അവരുടെ തന്നെ കഠിന ശ്രമങ്ങളും സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനൊരു മനസ്സ് വരണമെങ്കിൽ തന്നെ സ്വാഭാവികമായും ഒരു ഈശ്വരാധീനം വേണം. അപ്പോൾ കൃത്യമായി നിങ്ങൾ ഭഗവാനോട് കൂടുതൽ അടുക്കുക, ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുക, മന്ത്രണങ്ങൾ ചെയ്യുക, ജപിക്കുക. ഇത് സ്വാഭാവികമായും നിങ്ങളുടെ ആശങ്കകളെ അകറ്റും. മരണഭയം, ധനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, തൊഴിലിൽ പരാജയപ്പെടുമോ എന്നുള്ള ഭയം, രോഗഭീതി, ഇതെല്ലാം തന്നെ ആശങ്കകളുടെ തലപൊക്കലുകളാണ്. സർപ്പം തലപൊക്കുന്നത് പോലെയുള്ള തലപൊക്കലാണ്. ആ സർപ്പമാണ് 12-ൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ആശങ്കകൾ ജീവിതത്തിൻ്റെ വിജയത്തെ ബാധിക്കാം, പ്രവർത്തനങ്ങളെ ബാധിക്കാം, നഷ്ടങ്ങൾ വരുത്താം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനെ മറികടക്കണം. അതിന് മറികടക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മനസ്സിനെ ഊർജ്ജസ്വലപ്പെടുത്താൻ സ്വാഭാവികമായും ഭഗവാനോട് കൂടുതൽ അടുക്കുക, അല്ലെങ്കിൽ ഭഗവതിയോട് കൂടുതൽ അടുക്കുക. രണ്ടായാലും ഗുണമാണ്. ഒരു ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ കൃത്യമായി അതിൻ്റെ മന്ത്രം ജപിക്കുക, ഉറപ്പായും വിജയമുണ്ടാകും. സാമ്പത്തികമായ നേട്ടം എന്തായാലും നിങ്ങൾക്ക് ഈ ആഴ്ച ഉണ്ടാകും. ഈ ആഴ്ചയുടെ ഫലം തന്നെ തുടക്കത്തിലെ 2 ദിവസങ്ങൾ വളരെ ഗുണമാണ്. പിന്നീട് പകുതിക്ക് ശേഷം, ആഴ്ചയുടെ പകുതിക്ക് ശേഷമുള്ള 2.5 ദിവസത്തോളവും വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കൂടുതൽ ഉന്മേഷത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കാനും സാധിക്കുന്നു എന്നതാണ്. ഈ സമയത്ത് ഇവർക്കുണ്ടാകാവുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ശാരീരികമായ അവശത എന്നൊക്കെ പറയുന്നത് പ്രധാനമായും ത്വക്ക് സംബന്ധമായ രോഗമോ മാനസികമായ വിഷമങ്ങളോ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ആണ്. അതുപോലെ തുട, കാൽമുട്ട് ഭാഗങ്ങളും ശ്രദ്ധിക്കണം എന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19, പിന്നെ 22 ഉച്ചകഴിഞ്ഞ് 23, 24 ഉച്ചവരെയും ഗുണകരം. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരത്തിനായി. അതുപോലെ തന്നെ നീരാഞ്ജനം കഴിപ്പിക്കുക. കൃത്യമായി ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി വരുത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ അതല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ പ്രത്യേകമായി പൂജ ചെയ്യുന്നത് നല്ലതാണ്. കറുത്ത പട്ടുവസ്ത്രം സമർപ്പിക്കാം, നീരാഞ്ജനം കഴിപ്പിക്കാം, അതുപോലെ തന്നെ കടുംപായസം ചെയ്യാം. ഇതെല്ലാം ചെയ്യാം. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. കാക്ക ശനിയുടെ വാഹനമാണ്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും ദീനരായി ജീവിക്കുന്നവരെ സഹായിക്കാൻ ശ്രമിക്കുക. അവിടെ ശനി ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. അതുപോലെ തന്നെ വ്യാഴപ്രീതി വരുത്തുക. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി വിഷ്ണു ക്ഷേത്ര സന്നിധിയിലെത്തുക. വിഷ്ണു ഭഗവാന് നെയ്ത്തിരി കത്തിക്കുക, പാൽപ്പായസ നൈവേദ്യം ചെയ്യുക. ഇതെല്ലാം തന്നെ വളരെ ഗുണമാണ്. ജപം ഓം നമോ നാരായണായ എന്നാണ്. അതുപോലെ നാഗദോഷ പരിഹാരത്തിനായി ഓം നാഗായ നമ എന്ന് ജപിക്കുക, അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കുക. 100 പാലും കൊടുക്കുക പക്കനാളിനോ അല്ലെങ്കിൽ ആയില്യ മഹോത്സവങ്ങൾക്കോ. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഗണപതിയെ സ്തുതിക്കുക, ജപിക്കുക. കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്. ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക. നാളികേരം മുടയ്ക്കുക കേതുദോഷ പരിഹാരത്തിനായി. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.